ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. എങ്ങോട്ടാണെന്നറിയോ? ഈ സ്ഥലത്തിൻ്റെ പേര് ഉമൽസ്ക്യൂൻ മറീന എന്നാണ്. ഇവിടെ എന്താ ഉള്ളതെന്നറിയോ? ഇവിടെ കുറേ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സമയം അധികം കളയണ്ട, നമുക്ക് അങ്ങോട്ടും പോകാം. അവിടെ എൻട്രൻസിൻ്റെ ഭാഗമാണ്. നല്ല എന്താ പറയുക, നല്ല നീറ്റായിട്ടുള്ള സ്ഥലം കേട്ടോ. ഫിഷിംഗ് ബോട്ടുകളൊക്കെ നിൽക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഇവിടെയൊക്കെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കി അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഗാർഡൻ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു കുട്ടി ഗാർഡൻ എന്ന് തന്നെ പറയാം. എന്താ ഇവിടെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഹോട്ടലാണ് കേട്ടോ. ആ സൈഡിൽ ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. ഈ ചെയറൊക്കെ വെച്ചിട്ടില്ലേ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേ. ഒരുപാട് ബോട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് നല്ല രസമുണ്ട്. നോക്കി ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട്. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി രാത്രി ആയതുകൊണ്ടാണ് ഇവരെല്ലാം റെസ്റ്റോറൻറ്റൊക്കെ ക്ലോസ് ചെയ്തു. കുറച്ച് പകൽ പോയിരുന്നെങ്കിൽ നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ. ആ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സീറ്റിങ്സൊക്കെ വെച്ചിട്ട്, പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഈ ബോട്ടും വെള്ളമൊക്കെ ആയിട്ട് നല്ല സൂപ്പർ. നോക്കിയൊരു കുട്ടി ബ്രിഡ്ജ് കണ്ടില്ലേ? ഈ ബ്രിഡ്ജിൻ്റെ മുന്നിൽ ബ്രിഡ്ജിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ ബോട്ടൊക്കെ കാണാൻ പറ്റുക. ഇത് നോക്കിയാൽ ആ ബോട്ട് കാറിൻ്റെ ഷേപ്പുള്ള ബോട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ കാറിൻ്റെ ഷേപ്പുള്ള ബോട്ട് കാണുന്നത്. പല കാറും ഫെറാറിയും അങ്ങനെയൊക്കെയുള്ള പല കാറുകളുടെയും ഷേപ്പിലും ബോട്ടുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ബോട്ടാണെന്ന് വിശ്വസിക്കാൻ വയ്യ. പ്രോപ്പർ കാറ് തന്നെ, വീലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോപ്പർ കാറ് തന്നെയായിട്ടാണ് അവരത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ ഭാഗത്തൊക്കെ ഇതാ കുട്ടി കുട്ടി ബോട്ടുകളും, അതൊക്കെ എന്താ പറയുക, പേര് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ കുട്ടി കുട്ടി ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അതുകൂടാതെ വലിയ നമുക്ക് ഫിഷിങ്ങിന് പോകാൻ പറ്റുന്ന ടൈപ്പ് വലിയ ബോട്ടുകളൊക്കെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഫിഷിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ ഫിഷിങ്ങിന് പോകണം. അപ്പോൾ അവർ ഈ ഇങ്ങനത്തെ ബോട്ടുകൾ എടുത്തിട്ട് അതിനകത്താണ് ഫിഷിങ്ങിന് പോകാറുള്ളത്. ഇതിന് നോക്കി അതിൻ്റെ അപ്പുറത്ത് ബുർജ് അൽ അറബ് ഒക്കെ കാണാൻ കേട്ടോ. നമ്മൾ ആ പടക്കമൊക്കെ കാണാൻ പോയില്ലേ, ഫയർ വർക്ക്സ് ഒക്കെ ന്യൂ ഇയറിന് ആ കാണാൻ പോയ സ്ഥലമൊക്കെയാണ് ആ കണ്ട ഭാഗമൊക്കെ. കുറേ ലൈറ്റ്സ് ഒക്കെ ആയിട്ട് ആ ഏരിയ ഫുൾ ലൈറ്റ്സ്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് അധികം ലൈറ്റൊന്നുമില്ല, കുറച്ച് ലൈറ്റ് കുറവ്. പക്ഷേ ആ വശത്തും മറ്റേ വശത്തും ഭയങ്കര ലൈറ്റായിട്ട് നല്ല രസമുണ്ട്. ഇത് നോക്കിയാൽ ഈ ബോട്ടിൻ്റെ താഴത്ത് ഈ ഫിഷിൻ്റെ ടീത്ത് പോലെ അല്ലേ, അതിൻ്റെ ഫിഷിൻ്റെ കണ്ണും ടീത്തും ഒക്കെ വരച്ച് വെച്ചേക്കുന്നത്. ശരിക്കും ഒരു ഷാർക്കൊക്കെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നല്ലേ. ഓക്കെ, ഇവിടെ അടുത്ത ബോട്ടുകൾ ഇങ്ങനെ നിരത്തി, എല്ലാ ബോട്ടുകളും ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതിലൂടെ നമ്മൾ മറ്റേ കാർ ബോട്ടും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ എല്ലാം നിരത്തിയിട്ടേക്കാം. അപ്പം നമുക്ക് ഇവിടുത്തെ ബോട്ടുകളൊക്കെ നമുക്ക് കാണാമല്ലോ അല്ലേ. ഈ ബോട്ട് കയറുമ്പോൾ നമ്മുടെ നാട്ടിലെ ജങ്കാറൊക്കെ ഓർമ്മയില്ലേ? മറ്റേ വണ്ടികളൊക്കെ കയറുന്ന ജങ്കാറാണെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ഇച്ചിരി വലിയൊരു ബോട്ട്, അതിനകത്ത് ബൈക്കുകളും ആൾക്കാരും കാറും ഒക്കെ കയറുന്ന അങ്ങനത്തെ ജങ്കാർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇത് ഈ കുട്ടി സ്പീഡ് ബോട്ട്സ് പോലത്തെ ബോട്ടുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ കാർ ബോട്ടുകൾ, ശരിക്കും പ്രോപ്പർ ടയറും ഒക്കെ വെച്ചിട്ട് ഒരു കാറ് പോലെ തന്നെ ഉണ്ട് അതൊക്കെ.
അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാണ്ടൊരു ഗൈഡിനെ കിട്ടിയത്. എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് അകത്ത് കൊണ്ടുപോയി സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി നിൽക്കണ പോലെ ഫ്രണ്ടിൽ ആളിങ്ങനെ നിൽക്കുവാണ്, വലിയ ആളായിട്ട് കേട്ടോ. ഈ ബോട്ടിൽ കണ്ടില്ലേ, ഇവിടെ സ്ട്രാങ്ക് ഇരിക്കുന്ന സ്ഥലം, അതിൻ്റെ ബാക്കിൽ ഈ ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ അതിൽ ചെറിയ കിച്ചൺ പോലെ എന്തെങ്കിലും ഫുഡ് കഴിക്കാനുള്ള അങ്ങനത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, സേഫ്റ്റി ജാക്കറ്റ്സൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. ബുർജ് അൽ അറബ് ഇവിടെ നിന്ന് നോക്കിയാൽ നന്നായിട്ട് കാണാം. കാരണം ഈ ഭാഗം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു ബീച്ചുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് നമ്മളന്ന് ന്യൂ ഇയറിന് ഫയർ വർക്ക്സ് ഒക്കെ കണ്ടത്. ആ ഏരിയ ആണ് കേട്ടോ. അങ്ങനെ അവിടെ തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റില്ലേ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു കുഞ്ഞ് സെൽഫി എടുത്താണ് കേട്ടോ. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വശമല്ലേ ഞാൻ കാണിച്ചുള്ളൂ, സീറ്റ് കസേരയൊക്കെ വെച്ചേക്കുന്നത്. ഇത് അപ്പുറത്തെ സൈഡിലിട്ട് നല്ല ചെടികളൊക്കെ വെച്ചിട്ട് വിൻഡോസിലൊക്കെ അതുപോലെ നോക്കി നല്ല ഭംഗിയുള്ള പുല്ലുമൊക്കെ വെച്ചിട്ട്. ഇത് കണ്ടില്ലേ, നേരത്തെ ഞാൻ പോയപ്പോൾ കാണിച്ച ഗാർഡൻ, അതിൻ്റെ അകത്തൊരു കുഞ്ഞ് കിണർ, നല്ല കുട്ടി കിണർ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ തിരിച്ച്. ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ തീരെ പ്രതീക്ഷിക്കാണ്ടാണ് ആ ബോട്ടിൻ്റെ സ്ഥലമൊക്കെ കാണാൻ പോയത്. നല്ല മനോഹരമായ സ്ഥലം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട് വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം അതിമനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, bye.